ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജീവൻ സുജാതയോട് ചോദിക്കുന്നുണ്ട്, പത്മ അമ്മയുടെ മകൾ അല്ലെങ്കിൽ പിന്നെ ഹരിയോടും കുടുംബത്തോടും സ്വന്തം മകളാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? സുജാത പറയുന്നുണ്ട് ഭയന്നിട്ടെന്ന്. ഭയമോ എന്ന് ജീവൻ ചോദിക്കുമ്പോൾ, പത്മ എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്, അവൾ എൻ്റെ മകളല്ല വേറൊരു കുട്ടിയാണെന്നറിഞ്ഞാൽ ഒരു പക്ഷേ വീട്ടുടമസ്ഥൻ വാടക കൂട്ടി ചോദിക്കും, അത് എനിക്കും പത്മയ്ക്കും ബാധ്യതയാകും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അമ്മ ഇപ്പോൾ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ്. അമ്മയുടെ മോൾ എവിടെ പത്മ? എനിക്ക് അവരെ ഒന്ന് കാണണമെന്ന് ജീവൻ പറയുന്നു. അവൾ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് സുജാത. അമ്മ വാ, നമുക്ക് പോയി നോക്കാം, എനിക്കൊന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞ് ജീവൻ ഇപ്പോൾ സുജാതയുടെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. മോനെ, നീ ഇവിടെ നിൽക്കി, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാമെന്ന് സുജാത പറയുന്നു. ഞാൻ കൂടെ ചെന്നാൽ അമ്മ ചിലപ്പോൾ കാണിച്ചു തരില്ല, അമ്മ ഒറ്റയ്ക്ക് പോട്ടെ എന്നെ ജീവൻ മനസ്സിൽ വിചാരിക്കുകയും അമ്മയോട് പോയിട്ട് വരാനായി പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ സുജാത പോകുന്നു. സുജാത പോയതിനു ശേഷം സുജാതയുടെ പിറകെ പോവുകയാണ് ജീവനും. ഇതേസമയം നിത്യയോട് ചില കുട്ടികളിൽ നിന്ന് സംസാരിക്കുകയാണ്. സുജാത നിത്യയോട് പറയുന്നു, മോളെ ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നുപോയി, മോള് വീട്ടിൽ പോയിട്ട് എൻ്റെ ഫോണൊന്ന് എടുത്തിട്ട് വരാമോ എന്ന്. കൂടെ ജോലിയും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വിളിക്കാനാണെങ്കിൽ ഞങ്ങളുടെ ഫോണിൽ നിന്ന് വിളിക്കാമല്ലോ എന്ന് ജോലി ചോദിക്കുന്നു. അതല്ല, എനിക്ക് എൻ്റെ ഫോണിൽ നിന്നൊരു നമ്പർ എടുക്കണം, മോളൊന്ന് പോയി പെട്ടെന്ന് എടുത്തിട്ട് വാ എന്ന് പറയുമ്പോൾ ജോലി പറയുന്നുണ്ട്, അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാമെന്ന്. സുജാത പറയുന്നു, നിനക്ക് ചില ചടങ്ങുകളൊക്കെ അമ്പലത്തിൽ ചെയ്യാനുണ്ട്, മോള് പോയി എടുത്തിട്ട് വാ എന്ന് നിത്യയോട് പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് പത്മ? ആ കൂട്ടത്തിൽ ഒരാളായിരിക്കും പത്മ എന്ന് ജീവൻ വിചാരിക്കുന്നുണ്ട്. ഈ സുജാത പോയതിന് പിന്നാലെ തന്നെ മറിഞ്ഞു നിന്ന് ജീവൻ കാണുന്നുണ്ടായിരുന്നു. അവിടെ 2-3 ജ്യോതിയും നിത്യയും അല്ലാതെ വേറെ 2-3 കുട്ടികളും കൂടി ഉണ്ടായിരുന്നു, പെൺകുട്ടികളും കൂടി. ഇതിലേതായിരിക്കും പത്മ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് ജീവൻ. നിത്യയുടെ മുഖം കാണുന്നില്ല. മോളെ, നീ ഒന്ന് പെട്ടെന്ന് പോയിട്ട് വാ എന്നെ സുജാത വീണ്ടും പറയുമ്പോൾ ഹരി ചോദിക്കുന്നുണ്ട് അവിടേക്ക് വന്നിട്ട്, എന്താ ആൻറ്റി, എന്താണ് പ്രശ്നമെന്ന്. ഞാൻ എൻ്റെ ഫോൺ വീട്ടിൽ വെച്ച് മറന്നു, എനിക്ക് അത്യാവശ്യമായി അതിൽ നിന്നൊരു നമ്പർ എടുക്കണം, പത്മയോടൊന്ന് പോകാൻ പറഞ്ഞതാണെന്ന് സുജാത പറയുന്നു. ചടങ്ങിന് സമയമായല്ലോ, പത്മ ടീച്ചർ ഒരു കാര്യം ചെയ്യും, ഞാൻ വണ്ടി എടുക്കാം, നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് ഹരി. വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ച് പോയിക്കോളാമെന്ന് നിത്യ പറയുന്നു. അതെന്തിനാ മോളെ, കാറിലാകുമ്പോൾ പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാമല്ലോ എന്ന് അമ്മ അവനും പറയുന്നു. അത് കടമാകുമെന്ന് നിത്യ. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആ ഓട്ടോക്കാരൻ്റെ ക്യാഷ് ഇവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്താൽ മതിയെന്ന്, അപ്പോൾ അതൊരു ബാധ്യതയില്ല എന്നും അമ്മ അവൻ പറയുന്നു. അങ്ങനെ ഇപ്പോൾ സുജാത അവരെ എല്ലാവരെയും വിളിച്ച് അപ്പുറത്തേക്ക് പോകുന്നു. നീ എന്താ നോക്കി നിൽക്കുന്നത്, അങ്ങോട്ട് ചെല്ല് എന്ന് പറയുകയാണ് അമ്മാവൻ ഹരിയോട്. അങ്ങനെ ഹരിയും അങ്ങോട്ടേക്ക് പോകുന്നു. അമ്മാവൻ അവിടെ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ആ കുട്ടികളെല്ലാം പോയിട്ട് കണ്ട് ജീവൻ അവിടേക്ക് വരുമ്പോൾ അമ്മാവൻ അവിടെ ജീവനെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് ജീവനോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ജീവൻ പെട്ടെന്ന് അവരുടെ പിന്നാലെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. മോൻ ഇവിടേക്കായിട്ട് വന്നതാണോ എന്നൊക്കെ അമ്മാവൻ ചോദിക്കുമ്പോൾ ആദ്യം ഇങ്ങനെ വെപ്രാളം പിടിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നീട് പറയുന്നു, എന്നെ ഹരിസാറ് വിളിച്ചു, ഞാനും ഹരിസാറും കൂടി സംസാരിച്ചിരുന്നു, ഞാൻ ഇപ്പോൾ വരാമേ എന്ന് പറഞ്ഞ് ജീവൻ പോകാൻ തുടങ്ങിയപ്പോൾ അമ്മാവൻ വീണ്ടും ജീവനെ തടഞ്ഞു. അല്ല മോനെ, അതെ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. അതെ, ആ സാധനം വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പരിപാടി എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ജീവൻ പറയുന്നു, അതെല്ലാം വിശദീകരിച്ച് ഞാൻ പറഞ്ഞതാണല്ലോ എന്ന്. ഇതേസമയം ഹരിയോടൊപ്പം കാറിലേക്ക് കയറുകയാണ് നിത്യ. വെപ്രാളം പിടിച്ചങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് അമ്മാവൻ ജീവനെ വീണ്ടും തടഞ്ഞു നിർത്തുന്നത്. മോനെ, ഹരിക്ക് അതെല്ലാം മനസ്സിലായിട്ടുണ്ട്, പക്ഷേ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, ഒരുപാട് സ്വിച്ചുകൾ ഉണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, സൗകര്യം പോലെ വന്ന് എന്നെ ഒന്ന് പഠിപ്പിച്ചതാ. ഹരിമോൻ എന്തായാലും പറഞ്ഞു തരും, പക്ഷേ കൂടെ കൂടെ ചോദിച്ചാലേ അവന് ദേഷ്യം വരും, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നു. അത് കുഴപ്പമില്ല, ഞാൻ വരാം, സൗകര്യം പോലെ വരാമെന്ന് പറയുന്നു. ജീവൻ പോകാനും തുടങ്ങുന്നുണ്ട്. കാരണം ഹരി അവിടെ നിന്ന് കാറെടുത്ത് പോവുകയായിരുന്നു. വീണ്ടും അമ്മാവൻ ജീവനെ തടയുകയാണ്. മോൻ ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോകൂ, ഇന്ന് ഞങ്ങളുടെ അന്നദാനമാണെന്ന് വീണ്ടും അമ്മാവൻ പറയുന്നുണ്ട്. ഇതേസമയം ഹരി കാറുമായി പോയി. ഹരി പോയിട്ട് അമ്മാവനും പോകുന്നു. സുജാത അങ്ങോട്ടേക്ക് പോയ സമയം ജീവൻ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് സുജാതയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, ഇപ്പോൾ ഇവിടുന്ന് പോയ ആ പെൺകുട്ടിയാണോ പത്മ? അതേന്ന് സുജാത പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട് അവരെവിടെയാണ് പോയതെന്ന്. എന്തോ ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയെന്ന് സുജാത പറയുന്നു. അമ്മയെ ഞാൻ കാണണമെന്ന് പറഞ്ഞത് അമ്മ പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. അതൊക്കെ അവർക്ക് അവരുടെ ആവശ്യങ്ങളല്ലേ പ്രധാനം, അവരെപ്പോൾ വരുമെന്നും ജീവൻ വീണ്ടും ചോദിക്കുന്നു. ഉടനെ വരുമായിരിക്കുമെന്ന് സുജാത പറഞ്ഞു. നീ എന്താ ആലോചിക്കുന്നതെന്ന് സുജാത ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നുണ്ട്, ഒന്നുമില്ല, എനിക്കിന്ന് ഇവിടെ വരാൻ തോന്നിയത് നന്നായി. ഭാവവ്യത്യാസങ്ങളൊന്നും കാണിക്കാതെ നിൽക്കുകയാണ് സുജാത. ഇത് പിന്നീട് കാണിക്കുന്നത്
ആദി മരത്തിന്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു. അവിടെ ഇരുന്ന് ഒരു ആലില പറിച്ച് കളിക്കുന്നുണ്ട്. ജീവൻ ഇപ്പോൾ ആദിയുടെ അരികിലേക്കാണ് വരുന്നത്. ആദിയോട് സംസാരിക്കുന്നു. വേദനയ്ക്ക് മാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദിയും നന്നായിട്ട് തന്നെയാണ് ജീവനോട് സംസാരിക്കുന്നത്. ആദിയെ എടുത്ത് മടിയിലേക്ക് ഇരുത്തിയിട്ട് ജീവൻ ആദിയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്. ആദിയോട് ആ കാലിന്റെ മുറിവൊക്കെ ചോദിച്ചതിന് ശേഷം പറയുന്നു, ആദിക്കുട്ട, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. ശരിക്കും നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ അങ്കിളെന്ന് വന്നതാണല്ലോ എന്ന് ആദി പറയുമ്പോൾ ജീവൻ പറയുന്നു, ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയാണ് താമസിച്ചതെന്ന്. അത് എനിക്ക് അറിഞ്ഞൂടാ എന്ന് ആദി പറയുമ്പോൾ ജീവൻ വീണ്ടും പറയുന്നു, ശരി, അവിടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്? അന്ന് മോൻ പറഞ്ഞപ്പോൾ മറന്നുപോയി. വീണ്ടും ആദി പറയുന്നു, അവിടെ സുജാതയുണ്ട്, ജ്യോതിയുണ്ട്, പിന്നെ എൻ്റെ ടീച്ചറുണ്ടെന്ന്. ഇതിൽ ആരാണ് ആദിക്കുട്ടൻ്റെ അമ്മയെന്ന് ജീവൻ ചോദിക്കുമ്പോൾ ആദി പറയുന്നു, ഇവരെല്ലാവരും എൻ്റെ അമ്മയാണല്ലോ. അതെങ്ങനെയാ ആദിക്കുട്ട ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ അമ്മമാരുണ്ടാകുന്നത് എന്ന് ജീവൻ ചോദിക്കുമ്പോൾ ആദി പറയുന്നു, മുതിർന്നവരെയെല്ലാം അമ്മയായിട്ട് കാണണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. മുതിർന്നവരെ എല്ലാവരെയും അമ്മയായിട്ട് കാണുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ശരിക്കുള്ള അമ്മ ഏതാണെന്ന് ജീവൻ ചോദിക്കുന്നു. വീണ്ടും ആദി പറയുന്നു, ശരിക്കുള്ള അമ്മ എല്ലാം ശരിക്കുള്ള അമ്മയാണല്ലോ. മോൻ എന്തിനാ കള്ളം പറയുന്നത് എന്ന് ജീവൻ ചോദിക്കുന്നു. കുട്ടികൾ കള്ളം പറയില്ലെന്ന് അറിഞ്ഞൂടെ, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? അങ്കിൾ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നു, ഒന്നുമില്ല മോനെ, അങ്കിളെ വെറുതെ ചോദിച്ചതാണ്. ആദ്യമോനോട് എന്തെങ്കിലും സംസാരിക്കണം എന്ന് കരുതി ചോദിച്ചതല്ലേ എന്ന്. മോനോട് കൂടുതൽ ചോദിക്കാൻ പാടില്ല. പക്ഷെ ഇവൻ ആരാണ്? ഇവൻ്റെ അമ്മ ആരാണ്? അമ്മ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് എന്തിനാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ ജീവൻ വിചാരിക്കുന്നുണ്ട്. ഇതേസമയം നിത്യയും ഹരിയും കൂടി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ ഒന്നിച്ച് തന്നെ. അമ്മ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? അമ്മ എന്നെ ഇവിടുന്ന് കരുതിക്കൂട്ടി പറഞ്ഞയച്ചതങ്ങാണോ? എന്തോ ഒളിക്കുന്നത് പോലെ ഉണ്ട് അമ്മയുടെ മുഖം കാണുമ്പോൾ എന്ന് നിത്യ വിചാരിക്കുമ്പോൾ ഹരി നിത്യയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ടീച്ചറെ ഒന്നും മിണ്ടാതിരിക്കുന്നത്? വേണമെങ്കിൽ എന്നെ ഒരു ഡ്രൈവറായി കാണാനും വാടക തന്നോളാനും അമ്മാവൻ പറഞ്ഞു. പക്ഷേ അത് അമ്മാവൻ ഒരു തമാശ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ടീച്ചർ വേണമെങ്കിൽ സീരിയസ് ആക്കിക്കോ, എന്നെ ഒരു ഡ്രൈവർ ആക്കിക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ നിത്യ പറയുന്നു, ഏയ് അങ്ങനെയൊന്നുമില്ല. അറിയാതെ നിത്യ ആക്സിലേറ്ററിൽ കൈ വെക്കുന്നുണ്ട്. ഹരിയും ഇതറിയാതെ നിത്യയുടെ കൈ അവിടെ വെച്ചതറിയാതെ പെട്ടെന്ന് ആക്സിലേറ്ററിൽ കൈ വെക്കുമ്പോൾ രണ്ടുപേരുടെയും കൈ ഒന്നിച്ചായി പോകുന്നുണ്ട്. പെട്ടെന്ന് രണ്ടുപേരും പരസ്പരം നോക്കുകയും നിത്യ കൈയെടുത്ത് മാറ്റുകയും ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പരസ്പരം നോക്കുന്നുണ്ടവർ. എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ആളാകെ മൂഡ് ഓഫ് ആണല്ലോ എന്നൊക്കെ ഹരി മനസ്സിൽ വിചാരിക്കുന്നു. അതെന്താ ഈ വഴി പോകുന്നത്? ഈ വഴി പോയാൽ എങ്ങനെയാ എന്നൊക്കെ നിത്യ ചോദിക്കുമ്പോൾ ആ വഴി റോഡ് പണി നടക്കുകയാണ്. ഈ വഴി പോയാൽ പെട്ടെന്നെത്താമെന്ന് ഹരി പറയുന്നു. പക്ഷേ മോശം റോഡല്ലേ എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു, ഒരു നല്ല ലക്ഷ്യത്തിലെത്താൻ കുണ്ടും കുഴിയും ഒരുപാട് താണ്ടേണ്ടി വരും. ഈ കൂടെയുള്ള യാത്രക്കാര് നല്ലതാണെങ്കിൽ വഴിയിലുള്ള ഈ കുണ്ടും കുഴിയും എൻജോയ് ചെയ്യുകയും ചെയ്യാമെന്ന് ഹരി പറയുന്നു. ഇതിനിടയിൽ നിത്യ അറിയാതെ തന്നെ അമ്മയ്ക്ക് കോള് പോകുന്നുണ്ട്. അമ്മ അവിടെ ഹലോ ഹലോ എന്ന് വിളിച്ചപ്പോഴാണ് നിത്യ ഫോൺ പോലും കാണുന്നത്. ഹലോ അമ്മേ, ഞാനാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഫോൺ അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് നിത്യ ചോദിക്കുന്നു. അത് ഞാൻ പറയാൻ വേണ്ടി ഫോൺ എടുക്കുകയായിരുന്നു. ഞാൻ ബാഗിൽ നോക്കിയപ്പോൾ ഫോൺ അതിലുണ്ട് എന്ന് അതെടുത്ത് വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് മോള് തിരിച്ച് വിളിച്ചത് എന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു, അപ്പോൾ ഞാനിനി വീട്ടിലേക്ക് പോകണ്ടല്ലോ അമ്മയെന്ന്. അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നു. ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് തിരിച്ചു വരാം അമ്മയെന്നും നിത്യ പറയുന്നു. ടെൻഷൻ ആവുകയാണ് സുജാത. സോറി കേട്ടോ, ഫോൺ അമ്മയുടെ കയ്യിലുണ്ട്, വെറുതെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു, എനിക്ക് എന്ത് ബുദ്ധിമുട്ട്, ഇനിയിപ്പോൾ എന്താണ് പരിപാടി എന്ന് ചോദിക്കുന്നു. നമുക്ക് തിരിച്ചു പോകാം എന്ന് നിത്യയും പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഹരി തിരിക്കുകയാണ് വണ്ടി. ടെൻഷനോടെ സുജാത അവിടേക്ക് നോക്കുന്നുണ്ട്. നിത്യ ഇപ്പോൾ തിരിച്ചു വരുമല്ലോ, അവൾ ജീവനെ കണ്ടാൽ ഇവിടെ അമ്പലത്തിൽ വെച്ച് തന്നെ എല്ലാം അവസാനിക്കുമെന്നും വിചാരിക്കുന്നു. പെട്രോളിന്റെ കാശ് ഞാൻ തരാമെന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു, തൽക്കാലം ഇപ്പോൾ വേണ്ട, കണക്ക് വെച്ചാൽ മതി, കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒന്നിച്ച് വാങ്ങിച്ചോളാം. ഒരു പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് നിത്യ. തുടർന്ന് അന്നദാനം നടക്കുകയാണ് ക്ഷേത്രത്തിൽ. ശരവണൻ എല്ലാവർക്കും ഇലയിടുന്നു. അമ്മാവനും സുജാതയും പിന്നെ വേറെ ചില ആൾക്കാരും കൂടി ഭക്ഷണം എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുന്നു. എന്നിട്ട് സുജാത അല്പം മാറി ഭഗവാനെ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ്. ഭഗവാനെ, എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അവളെ രക്ഷിക്കാൻ എൻ്റെ മുന്നിൽ ഇതല്ലാതെ മറ്റു മാർഗമില്ല. അവളിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരരുത്, ജീവന്റെ മുന്നിൽ എത്തരുത്, എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണേ ഭഗവാനെ എന്നൊക്കെ സുജാത പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയം ഹരി പോയിക്കൊണ്ടിരുന്നപ്പോൾ കാറ് പെട്ടെന്ന് നിന്നു പോവുകയാണ്. എന്ത് പറ്റിയെന്ന് നിത്യ ചോദിക്കുന്നു. സ്റ്റാർട്ട് ആവുന്നില്ലെന്ന് ഹരിയും പറയുന്നു. എന്ത് പറ്റിയെന്ന് നോക്കട്ടെ എന്ന് ഹരി. അങ്ങനെ കാറിന് എന്താണ് പറ്റിയതെന്ന് നോക്കുകയാണ് ഹരി. നിത്യയും പുറത്തേക്ക് വന്ന് നോക്കുന്നു.
കേടപ്പായെന്നാ തോന്നുന്നത് എന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു, അതിനെന്താ, കൂടെയുള്ള യാത്രക്കാരൻ നന്നാണെങ്കിൽ എല്ലാ യാത്രയും എൻജോയ് ചെയ്യാൻ കഴിയുമെന്നല്ലേ പറഞ്ഞതെന്ന്. മറ്റൊരു സ്കൂട്ടർ അവിടേക്ക് വരികയാണ് ഒരു ചേച്ചിയും. ഹരി എന്ത് പറ്റിയെന്നാ ചേച്ചി ചോദിക്കുന്നു. വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഹരി പറയുമ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, ഭാര്യയും ഭർത്താവും കൂടി എങ്ങോട്ടാണെന്ന്. പെട്ടെന്ന് ഹരി നിത്യ തിരിഞ്ഞു നോക്കുന്നു. ഞാൻ ഹരിയുടെ ഓഫീസിലുള്ളതാണെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ മാസമായിരുന്നു സ്ഥലം മാറ്റം, പേരെന്താണെന്ന് ചോദിക്കുന്നു. പത്മ എന്ന് നിത്യ പറയുമ്പോൾ, അല്ല ഇതെൻ്റെ എന്നൊക്കെ ഇങ്ങനെ ഹരി പറയാൻ തുടങ്ങുന്നു. വഴിയിൽ നിന്ന് ഏതെങ്കിലും ആളെ വിടണോ എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നു, വേണ്ട ഞാൻ നോക്കുവാണ്. വേണ്ട, എന്നാൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ, രണ്ടുപേരും നല്ല ജോഡിയാണ്, നല്ല ചേർച്ചയുണ്ട്, ശരി എന്നാൽ എന്ന് പറഞ്ഞ് ആ ചേച്ചി അവിടെ നിന്ന് പോകുന്നു. ഹരി ഇപ്പോൾ ഒരു ചമ്മലോടെ നിത്യയോട് പറയുന്നുണ്ട്, ചിലരുടെ കാര്യം ഇങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ആണും പെണ്ണും നിൽക്കുന്നത് കണ്ടാൽ ഭാര്യയാണ്, കുടുംബത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ ഇത്രയും കൊണ്ട് നിർത്തിയിട്ട് തന്നെ ഭാഗ്യമെന്ന് പറയുന്നു. നമുക്ക് പോകാം, അല്ലെങ്കിൽ ഇതുപോലെ ഇനി ആരെങ്കിലും കണ്ട് തെറ്റിദ്ധരിച്ചാലോ എന്ന് നിത്യ. ഇതിപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും വിളിക്കാതെ രക്ഷയില്ല, ഞാനൊന്ന് നോക്കട്ടെ, താനൊരു കാര്യം ചെയ്യും, ഒരു ഓട്ടോ വിളിച്ച് അമ്പലത്തിലേക്ക് പോയിക്കോ എന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു, ഞാനൊന്ന് അമ്മയെ വിളിക്കട്ടെ. അങ്ങനെ ഇപ്പോൾ നിത്യ അല്പം മാറി നിന്ന് അമ്മയെ വിളിക്കുന്നു. സുജാതയാണെങ്കിൽ അവർക്ക് ഭക്ഷണം വിളമ്പുകയായിരുന്നു. സുജാതയുടെ ഫോണിലേക്ക് നിത്യ വിളിക്കുന്നുണ്ടിപ്പോൾ. അമ്മേ, കാറ് ബ്രേക്ക് ഡൗൺ ആയി, വഴിയിൽ കിടക്കുകയാണ്, ഞാനൊരു ഓട്ടോ പിടിച്ച് അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ സുജാത പറയുന്നു, അതെങ്ങനെയാ മോളെ, ഹരി നിന്റെ ആവശ്യത്തിനല്ലേ വന്നത്, വണ്ടി ശരിയാക്കിയിട്ട് രണ്ടുപേരും കൂടി വന്നാൽ മതി. അമ്മേ, ഇത് കുറേ സമയം ആകുമെന്നാ പറയുന്നത് എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു, ഇവിടെ കാര്യങ്ങൾ ശരിയാവുന്നതേ ഉള്ളൂ, നീ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, നിങ്ങൾ ഒന്നിച്ച് വന്നാൽ മതി മോളെ എന്ന് സുജാത പറയുന്നു. എന്നാൽ പിന്നെ ശരി അമ്മേ എന്ന് പറഞ്ഞ് നിത്യ ഫോണും വെച്ചു. സമാധാനത്തോടെ സുജാതയും നിൽക്കുന്നു. അതെ, അവിടെ കാര്യങ്ങളാവുന്നതേ ഉള്ളൂ, ഒന്നിച്ച് ചെന്നാൽ മതിയെന്ന അമ്മ പറഞ്ഞത് എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു, വർക്ക്ഷോപ്പുകാരൻ ഇപ്പോൾ വരും, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പോകാമെന്ന് പറയുന്നു. ഇങ്ങനെയൊരു പണി ഇതുവരെ കിട്ടിയിട്ടില്ല, എന്നെ വഴിയിൽ കിടത്താത്തതാണ് എന്ന് ഹരി പറയുമ്പോൾ നിത്യ ചോദിക്കുന്നു, കൂടെയുള്ള യാത്രക്കാരെ പ്രശ്നമായത് കൊണ്ടാണോ എന്ന്. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്നൊക്കെ ഹരി പറയുന്നുണ്ട്. തുടർന്ന് ക്ഷേത്രത്തിനരികിൽ നിൽക്കുകയാണ് ജീവൻ. ഇടയ്ക്ക് അമ്മയെയും ശ്രദ്ധിക്കുന്നു. സുജാത ഇപ്പോൾ ജീവനരികിലേക്ക് വന്നു. പത്മ ടീച്ചറെ വരില്ലല്ലേ എന്ന് ജീവൻ ചോദിക്കുന്നു. അവർ വരില്ല, കാരണം അവരെ ഞാൻ കാണാൻ പാടില്ലെന്ന് അമ്മ തീരുമാനിച്ചു. അമ്മ എന്നിൽ നിന്നും എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, അത് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ മുഖമായിരിക്കില്ല അമ്മ കാണുന്നത് എന്ന് ജീവൻ പറയുമ്പോൾ തന്നെ ഭയത്തോടെ നിൽക്കുകയാണ് സുജാത. ഞാൻ പോകുവാണ്, പോട്ടെ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ അമ്മയെ കാണാൻ വരുമ്പോൾ അമ്മയൊന്ന് ഞെട്ടിച്ചിരിക്കും, ഉറപ്പാണ് എന്നും ജീവൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ടെൻഷനോടെ നിൽക്കുകയാണ് സുജാത. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.